ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലീഗി കരിയർ. ഇന്ന് നമ്മൾ പോഡ്കാസ്റ്റ് സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബറോഫ് മിഡ് മെഡിസിൻ കാറ്റഗറിയിൽ വരുന്ന നെക്സ്റ്റ് ഹൗസ് ബിൽഡിംഗ് കോഴ്സായ എർഗോതെറാപ്യൂട്ട് അഥവാ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ പറ്റിയാണ്. ഇത് ജസ്റ്റ് ഒരു മെഡിക്കൽ ജോബ് അല്ല, പേഷ്യൻസിനെ തിരിച്ച് ഇൻഡിപെൻഡന്റ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണ്. എക്സാക്ട്ലി. സ്ട്രോക്ക് കഴിഞ്ഞ പേഷ്യൻസ്, ചിൽഡ്രൻ വിത്ത് ഡിഫറെന്റ് ഡിഫിക്കൽട്ടീസ്, അതേപോലെ തന്നെ എൽഡർലി പേഷ്യൻസ്, ഇവരെയൊക്കെ ഡെയിലി ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പ്രൊഫഷനാണ് എർഗോതെറാപ്യൂട്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹെൽപ്പിംഗ് പീപ്പിൾ ഗെറ്റ് ദെയർ ലൈഫ് ബാക്ക്. So if you love helping people, this profession might be perfect for you. So let's discuss further on this topic. ഷബ്ന, കുറെ കുട്ടികളും ഇന്നത്തെ ഈ കാലത്ത് കേൾക്കാത്തൊരു പ്രൊഫഷനാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ എർഗോതെറാപ്യൂട്ട്. സോ വാട്ട് എക്സാക്ട്ലി ഇസ് എർഗോതെറാപ്പിസ്റ്റ്? എർഗോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് അവന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് പേഷ്യൻസിനെ മെന്റലി ഫിസിക്കലി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, അവരുടെ ഡെയിലി ലൈഫിൽ അവരെ ഹെൽപ്പ് ചെയ്യുക, ലൈക്ക് അവരുടെ ഡ്രസ്സിങ്ങിനാണെങ്കിലും അവർക്ക് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവന്റെ ഒരു മെയിൻ ജോബ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സോ ബേസിക്കലി പറയുവാണെങ്കിൽ ഒരു സ്ട്രോക്ക് കഴിഞ്ഞൊരു പേഷ്യന്റ്, സ്പൂൺ പോലും സ്വന്തമായിട്ട് പിടിക്കാൻ പറ്റാത്തൊരു പേഷ്യന്റിനെ അല്ലെങ്കിൽ എൽഡർലി പേഴ്സൺ ഹു കാൺ ഡു ദെയർ ഡെയിലി ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊഫഷൻ. ഓക്കെ. ഇപ്പൊ കുറെ ആൾക്കാർ വിചാരിക്കുന്നത് ഈ എർഗോതെറാപ്പിസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് എൽഡർലി പീപ്പിളിനെ മാത്രമേ കെയർ ചെയ്യുന്നതെന്നാണ്. പക്ഷെ ആക്ച്വലി അവരുടെ പേഷ്യൻസ് ഗ്രൂപ്പ് ഇസ് മച്ച് ബിഗർ. അപ്പം ആരെയാണ് ഈ എർഗോതെറാപ്പിസ്റ്റ് ആക്ച്വലി കെയർ ചെയ്യുന്നത്? അബ്സല്യൂട്ട്ലി ടെസ പറഞ്ഞത് ശരിയാണ്. ഈ ഒരു ജോബ് എന്ന് പറയുന്നത് ഓൾ ഏജ് ഗ്രൂപ്പിലും ചെയ്യേണ്ട ഒരു പ്രൊഫഷൻ തന്നെയാണ് ഈ ഒരു എർഗോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്ട്രോക്ക് പേഷ്യൻസ്, അതേപോലെ തന്നെ അത്യാവശ്യം ഡെവലപ്മെന്റ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ, അതേപോലെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന എൽഡർലി പീപ്പിൾസ്, ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവരുടെ ഒരു മെയിൻ വർക്ക് എന്ന് പറയുന്നത്. ഇതില് ഈ എർഗോതെറാപ്പിസ്റ്റിന്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് അവരെ ഡെയിലി ലൈഫിൽ കംഫർട്ടബിൾ ആക്കുക, അവരെ ഇൻഡിപെൻഡന്റ് ആക്കാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. സോ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ എർഗോതെറാപ്പിസ്റ്റ് ആയിട്ട്, എന്നിട്ട് എന്റെ ഫസ്റ്റ് ഡേ ഓഫ് എർഗോതെറാപ്പിസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലാണ്. അപ്പം എന്റെ ഫസ്റ്റ് ഡേയിൽ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എന്റെ റെസ്പോൺസിബിലിറ്റീസ്, എന്തൊക്കെയാണ് എന്റെ ഡ്യൂട്ടീസ്? ടെസ്റ്റ് ചോദിച്ചത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സത്യം പറഞ്ഞതെന്ന് വെച്ചാൽ എർഗോതെറാപ്പിസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ടാസ്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടാസ്കുകളായിരിക്കും. അത് ഓരോ പേഷ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടാസ്കുകൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അവരുടെ ഹാൻഡ് ഫിംഗർ എക്സസൈസ്, അതേപോലെ തന്നെ അവരുടെ കോൺസെൻട്രേഷൻ ട്രെയിനിങ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഹൗസ് ഹോൾഡ്, അതേപോലെ വർക്ക് പ്ലേസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ ഈ ഒരു ടാസ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിലൊരു മെയിൻ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതിലുള്ള ഓരോ പേഷ്യൻസിനും അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ പേഷ്യൻസ് ഷർട്ടിന്റെ ബട്ടൺസ് ഇടുമ്പോൾ, അതേപോലെ തന്നെ പെന്ന് കൈ വെച്ച് ഹോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ അതൊക്കെ അവർക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയിരിക്കാം. ചെറിയ കാര്യങ്ങൾ വരെ സ്വന്തം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ഫീലിംഗ് ഇസ് പ്രൈസ്ലെസ്. യെസ്. ഓക്കെ. ജർമ്മനിയിലെ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് വളരെ വേൾഡിൽ തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഹെൽത്ത് സെക്ടറാണ് ജർമ്മനിയിലെ. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് അഥവാ എർഗോതെറാപ്യൂട്ട് എന്നുള്ള പ്രൊഫഷൻ ഭയങ്കര ഡിമാൻഡ് ആവുന്നത് ഇപ്പം ജർമ്മനിയിൽ? അതിന്റെ റീസൺസ് നമുക്ക് പറയുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് റീസൺസ് നമുക്ക് പറയാനുണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം മേജർ ആയിട്ടുള്ള പീപ്പിൾസ് ഇപ്പൊ ജർമ്മനിയിൽ കൂടി വരികയാണ്. അപ്പൊ അവരെ നോക്കാൻ നമുക്ക് എർഗോതെറാപ്പിസ്റ്റിന് ആവശ്യമായിട്ട് വരും. അത് വേണമെങ്കിൽ ഒരു റീസൺ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ഇപ്പൊ ജർമ്മനിയിൽ അത്യാവശ്യം റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് കൂടി വരികയാണ്. അപ്പൊ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും നമുക്ക് എർഗോതെറാപ്പിസ്റ്റിന് ആവശ്യമായിട്ട് വരും. അത് മാത്രമല്ല, ഇപ്പൊ അത്യാവശ്യം ഫിസിക്കൽ മെന്റൽ അവയർനെസ് കുറച്ച് കൂടുതൽ ഉള്ളൊരു കൺട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മനി. അങ്ങനെയൊക്കെ നമുക്ക് ഇതൊക്കെ ഒരു റീസൺ ആയിട്ട് പറയാൻ പറ്റും. ഇതല്ലാതെ എക്സ്ട്രാ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പല പേഷ്യൻസും പല സ്റ്റുഡൻസും ഇപ്പോ മണി ഏൺ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കൂല. ഇതിപ്പോ ഒരു പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസ് അവരെ പല പേഷ്യൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ആ ഒരു സാറ്റിസ്ഫിക്കേഷനും ഈ ഒരു ജോബിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ എല്ലാവരും ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്,
ഈ എർഗോതെറാപ്പിസ്റ്റ് അഥവാ ഈ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് നമ്മൾ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ഈ ഒരു പ്രൊഫഷൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടുന്ന് ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം? അതായത് ഫോർ എക്സാമ്പിൾ ജർമ്മൻ ലാംഗ്വേജ് ലെവൽ ഇത് വേണം, എത്ര മൊഡ്യൂൾ വേണം, അങ്ങനെ അതൊക്കെ എങ്ങനെയാ? ഈ ഒരു പ്രൊഫഷന് വേണ്ടി ജർമ്മനിയിലോട്ട് പോകാൻ നിൽക്കുന്നവർക്ക് ജനറലി വേണ്ടത് B2 ലെവൽ പ്രൊഫഷൻസി ആണ്. B2 ലെവലിൽ തന്നെ നമുക്ക് 4 മൊഡ്യൂളാണ് വരുന്നത്. സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസണിങ്, റീഡിങ്. ഈ 4 മൊഡ്യൂളും പാസ്സാവണം. B2 ലെവൽ നമുക്ക് ഉണ്ടായാലാണ് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പം ഈ പ്രൊഫഷൻ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സ്റ്റൈപ്പൻഡ് കാണുമോ? ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും? ഓക്കെ, സ്റ്റൈപ്പൻഡ് ഉണ്ടാവും. സ്റ്റൈപ്പൻഡ് പക്ഷെ നമുക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് പറയാൻ പറ്റൂല. കാരണം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റൈപ്പൻഡ്. ഇതിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലാവാം, കുറവാവാം. അതുകൊണ്ട് നമുക്കൊരു എമൗണ്ട് പറയാൻ പറ്റും. അപ്പം സാലറി എങ്ങനെയായിരിക്കും? ഇതൊരു സ്റ്റാർട്ടിംഗ് സാലറി അല്ലെങ്കിൽ അത് എത്രത്തോളം ഒക്കെ ചെല്ലാൻ? നമ്മള് എർഗോതെറാപ്പിസ്റ്റ് ഹൗസ് ബിൽഡും കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു ജോലിക്ക് കയറിയെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 2500 യൂറോ ടു 3500 യൂറോ ആയിരിക്കും. സ്റ്റാർട്ടിംഗ് സാലറി ആണ്. ഇതിൽ കൂടി വരാം. അത് നമ്മുടെ ഓരോ എക്സ്പീരിയൻസും അതേപോലെ തന്നെ വർക്ക് പ്ലേസും ബേസ് ചെയ്ത് നമുക്ക് കൂടി വരാം. ഓക്കെ. സോ നിങ്ങളൊരു മീനിങ് ഫുൾ വർക്ക്, ഗുഡ് സാലറി ആൻഡ് സ്റ്റേബിൾ കരിയർ ആണ് നോക്കുന്നെങ്കിൽ എർഗോതെറാപ്യൂട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. See you in the next episode of Beruf mit Medicine in Deutschland. Then, tschüss.